ിലും വന്നിട്ടുണ്ട് ഈ ഹദീസ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹദീസ്. അപ്പോൾ രണ്ട് ഹദീസ് നമ്മൾക്ക് കിട്ടാമോ? ഒന്ന് കിട്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞത്. ഇതും ഇസ്തിഗ്ഫാറിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളുടെ അടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബ് ഒന്ന് പറയേ, യാ റസൂലല്ലാഹ് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹാ ഫിസ്സലാ, ഒരു ദുആ പഠിപ്പിച്ചായോ, ഞാൻ നിസ്കാരത്തിൽ ഒരു ദുആർക്കാനുള്ള ഒരു നല്ലൊരു ദുആ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാതും അടിഞ്ഞ ഒരു ഷോട്ടാണ് ചോദിക്കുന്നത് അല്ലേ? ചോദിക്കണ ആളാരാ? അതും നമ്മൾ നോക്കണം. ചോദിക്കണ ആളാരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചോദിക്കുമ്പോൾ റസൂൽ, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ദറജവും ആലിയാണല്ലോ, ഇൽമുണ്ട്, മാത്രമല്ല സാഹിബുമാണ്. അപ്പോൾ ഏറ്റവും ഔഷമായ ഒരു ഹദീസായിരിക്കില്ല അത്, ആ ഹദീസാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. എന്താണ്? اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ദുആ ആണ്. കാരണം ഇസ്തിഗ്ഫാറിൻ്റെ ഒരു മുഖ്യമായ ഒരു സീഗത്താണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്.